ഗൈസ് നമ്മളിപ്പോ പുഷ്പയുടെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയിട്ടുള്ളൂ. വെളുപ്പാൻ രാവിലെ 4 മണിക്ക് കയറിയതാണ്. നമുക്ക് ആ ഫീൽ വരും. ഗൈസ് വെളുപ്പാൻ രാവിലെ ഷോയ്ക്ക് വന്നിരുന്നതാണ്. ഇവിടെ ഈ തിയേറ്റർ ഫുള്ള് സ്റ്റക്ക് കണ്ട, എല്ലാം ഇവിടെ കിടന്ന് വേണം. ഇതാ പിന്നെയും ഗൈസ് സ്റ്റക്കാണ് ഗൈസ് കണ്ട. ഗൈസ് നമ്മളിപ്പോ പുഷ്പയുടെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയിട്ടുള്ളൂ. വെളുപ്പാൻ രാവിലെ 4 മണിക്ക് കയറിയതാണ്. നോർമലി 7:30 കഴിയുമ്പോഴത്തേക്കും ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാഫിലെ ഫിലിം ഇവർക്ക് കിട്ടിയ കണ്ടന്റ് ഭയങ്കര സ്റ്റക്കായതുകൊണ്ട് ഓൾമോസ്റ്റ് അരമണിക്കൂറോളം ടൈം എടുത്തു. ബ്രോ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? തിയേറ്ററിന്റെ ലാഗ് ഉണ്ടായിരുന്നല്ലേ ഇടയ്ക്ക്? ഓക്കെ ഓക്കെ. ഓവറോൾ പടം കൊള്ളാലോ. ഓവറോൾ പടത്തിന്റെ പെർഫോമൻസ് ആണ്. ബ്രോ മൂവി എങ്ങനെയുണ്ട്? ആണോ ബ്രോ പടം എങ്ങനെയുണ്ട്? തിയേറ്ററില് അല്ല, മൂവി വൈസ് നോക്കുമ്പോ പെർഫോമൻസ്, അല്ലു അർജുന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഓക്കെ ബ്രോ മൂവി എങ്ങനെയുണ്ട്? അല്ലു അർജുന്റെ പെർഫോമൻസോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എക്സോട്ടിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോ പുഷ്പ 2 ആണ് ഇന്നത്തെ വിഷയം. വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ റിലീസ് ആയതേ വെളുപ്പാൻ രാവിലെ 4 മണിക്കായിരുന്നു ഷോ. അപ്പൊ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിയതാ തിരിച്ച് നേരെ വന്നിരുന്നാണ് റിവ്യൂ ചെയ്യുന്നത്. സോ പടം നല്ല രസമായിരുന്നു. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പടത്തിന്റെ ഓവറോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറും 20 മിനിറ്റുമാണ് പടത്തിന്റെ ലെങ്ത്. അങ്ങനെ 3 മണിക്കൂർ 20 മിനിറ്റ് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പടം നല്ല എന്റർടൈനിങ് ആയിരിക്കണം. എന്റർടൈനിങ് ആയിരിക്കണമെന്ന് കൂടുതൽ ലാഗ് ഉണ്ടെങ്കിൽ പിന്നെ പടത്തിന് ചെറിയ മടുപ്പ് തോന്നും. അങ്ങനെ ചെറിയ 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 ലാഗുകൾ എന്തായാലും പടത്തിനുണ്ട്. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അല്ലു അർജുൻ പെർഫോമൻസ് മാസ്, അടിപൊളി പെർഫോമൻസ് ആണ്. എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു നടന്റെ നല്ലൊരു എക്സ്ട്രീം ലെവൽ പെർഫോമൻസ്. പുഷ്പ 1-ൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതായത് ക്യാരക്ടർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് പുഷ്പ 2-ലേക്ക്. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് ആണ്. നമുക്കറിയാം ഇവരൊക്കെ നല്ല കഴിവ് തെളിയിച്ച ആക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെയൊക്കെ പെർഫോമൻസ് പീക്ക് ലെവലിൽ തന്നെ ബെസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഫസ്റ്റില് നമ്മള് പുഷ്പ 1-ൽ കണ്ട അതേ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുഷ്പ 1-ന്റെ കറക്റ്റ് കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു പുഷ്പ 2 എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ലാഗോ ടൈം പീരീഡ് ഒന്നുമില്ല. പുഷ്പ 1 കഴിഞ്ഞ ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ് അതിന്റെ സെക്കൻഡ് പാർട്ടും വരുന്നത്. അതേ സെയിം കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ട് 3 വർഷമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കണ്ട് മറന്നുപോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് പുഷ്പ 1 കണ്ടിട്ട് തന്നെ പോവുക. കാരണം നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. പുഷ്പ 1-ൽ പറയുന്ന കുറെ സീക്വൻസും സീൻസും നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതലും പുഷ്പ 1 എന്ന് പറയുമ്പോൾ കുറച്ച് സോഷ്യൽ അല്ലെങ്കിൽ കുറച്ച് നാട്ടിൽ നടക്കുന്ന കുറച്ച് കള്ളക്കടത്തും കൂടുതൽ ആക്ഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ ഫാമിലി ഇമോഷൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ ക്യാരക്ടേഴ്സും ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഫസ്റ്റ് പുഷ്പ 1-നകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഒട്ടും അതിനകത്ത് മികവ് കുറയുന്ന രീതിയിലല്ലാതെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുഷ്പ 2-ലും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പൊ ഓരോ ആൾക്കാരുടെ ആക്ഷൻസ് ജസ്റ്റേഴ്സും ആയാലും തന്നെയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ല റോൾ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, പിന്നെ രശ്മിക മന്ദന, പിന്നെ കഴിഞ്ഞ ഇതില് MLA ആയിട്ടൊക്കെ അഭിനയിച്ച പുള്ളിക്കാരൻ. അപ്പോൾ ഇവർ 4 പേരും ത്രൂ ഔട്ട് കണ്ടിന്യൂസ് നമുക്ക് ഇതിനകത്തുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ. രശ്മിക മന്ദന ഇപ്പോ നമുക്കൊരു തെലുങ്ക് സിനിമ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് ഡബ് മാറ്റുന്ന സമയത്ത് ആ ഡബിങ്ങിന്റെ പോരായ്മ കൊണ്ടുവരുന്ന കുറച്ച് ഇഷ്യൂസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പൊ രശ്മിക മന്ദനയുടെ സീക്വൻസ് അല്ലെങ്കിൽ സീൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ചിലർക്ക് ചിലപ്പോൾ വെറുപ്പിലായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും ചെറുതായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറച്ച് സീൻസ് കുത്തിത്തിരിക്കുന്നതും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സോങ്ങിന്റെ സിറ്റുവേഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1-2 സ്ഥലത്തൊക്കെ എനിക്കും ഫീൽ ചെയ്തു. ഓപ്പണായിട്ട് പറയാം, അങ്ങനെയുള്ള കുറച്ച് ലാഗ് അല്ല, ഒരു കുറച്ച് അനാവശ്യ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് ഇൻ കേസ് തെലുങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും, നമുക്ക് തെലുങ്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ തെലുങ്കിൽ ഒരുപക്ഷെ ഇത് ഓക്കെ ആയിരിക്കും. ഇതിന്റെ ഡബിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സോങ്സിന്റെ ഡബിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. ഒരു സോങ് മാത്രമേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളതിന്റെ ഒക്കെ ഡബിങ്, ഫോർ എക്സാമ്പിൾ അതിന്റെ ലിറിക്സ് ഒക്കെ ഭയങ്കര എന്താണ്, നമുക്ക്
എന്താണ് നമുക്ക് ചിരി വരുന്ന ടൈപ്പാണ്. പണ്ടത്തെ അല്ലു അർജുൻ മൂവി അല്ലെങ്കിൽ പണ്ടത്തെ തെലുങ്ക് മൂവി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ലിറിക്സ് ഒക്കെ ഭയങ്കര ഡബിങ്ങിൽ ഭയങ്കര മോശമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു 4 പാട്ടോളം വരുന്നുണ്ട്, 4 or 5 എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല, 4 തോന്നുന്നുണ്ട്. അത് 2 പാട്ട് അടുത്തടുത്ത് തന്നെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ലേ, ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു തെലുങ്ക് മൂവി ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് വെറുപ്പീരായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. അത് എസ്പെഷ്യലി ഈ അല്ലു അർജുൻ രശ്മിക ആയിട്ടുള്ള റൊമാൻസിന്റെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് ലാഗ് അല്ലെങ്കിൽ കുറച്ച് അനാവശ്യ ഡബിങ്ങിൽ ഉള്ള ഇഷ്യൂസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അല്ലു അർജുൻ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ബെസ്റ്റ് പെർഫോമൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഇമോഷൻസ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അല്ലു അർജുന്റെ ക്യാരക്ടർ വിടാതെ, അല്ലു അർജുൻ എന്നുള്ള വേറെ വ്യക്തിയല്ലാതെ പുഷ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ തന്നെയാണ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ല, കൂടുതൽ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഇതിനകത്ത് ഫസ്റ്റിലുള്ളത് തന്നെ സെക്കൻഡിൽ അത്യാവശ്യം വില്ലന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടും കൂടെ പറഞ്ഞാണ് ഇതിനകത്ത് ഫൈനലായിട്ട് നിർത്തുന്നത്. തേർഡ് പാർട്ട് എന്തായാലും ഉണ്ട്. അപ്പോ സെക്കൻഡ് പാർട്ടിൽ വില്ലന്മാർ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. തേർഡ് പാർട്ടിൽ പക്ഷെ അത്യാവശ്യത്തിൽ കൂടുതൽ വില്ലന്മാരും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആക്ഷൻ, ഇപ്പൊ നമ്മൾ പുഷ്പ 1 കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ മൂവി എന്ന് പറയാം. പക്ഷെ പുഷ്പ 2 നമുക്ക് കംപ്ലീറ്റ് ഒരു ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ആക്ഷൻ സീക്വൻസ് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 3 ആക്ഷൻ സീക്വൻസ് നമുക്ക് സിനിമയ്ക്കകത്തുള്ളൂ. ആ 3 നല്ല വെറൈറ്റി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു സുകുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും ഓവറോൾ ഡയറക്ഷൻ ആണെങ്കിലും ബെസ്റ്റ് ആയിരുന്നു. ആ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓരോ ആക്ഷനിലും പുള്ളിക്കാരന് ഓരോന്നൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ആയിക്കോട്ടെ, അവർ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് ഫസ്റ്റിലും ആ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. ഫസ്റ്റില് പുഷ്പ 1 കണ്ടവർക്ക് അറിയാം. ഫസ്റ്റിലും ആക്ഷൻ സീക്വൻസിൽ കണ്ണ് കെട്ടിയടിക്കുന്നതും കൈയിട്ടടിക്കുന്നതും ഒക്കെ അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ഉണ്ട് ആക്ഷനിൽ. അപ്പോൾ സെക്കൻഡിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഓരോ ഫൈറ്റ് സീൻസിലും പ്രിഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ പിന്നെ മനസ്സിലായിട്ടുണ്ടാവും ലേഡീസിന്റെ, അതായത് സാരി കൊടുത്തിട്ടുള്ള അല്ലു അർജുന്റെ ഫൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ പെർഫോമൻസ്, നല്ല ഡയറക്ഷൻ വൈസ് വേറെ എനിക്ക് വേറെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല തിയേറ്റർ മൊത്തം നല്ല കൈയടി, നല്ല ഗൂസ് ബംസ് തോന്നിക്കുന്ന സീൻസ് ഒക്കെ ആക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലു അർജുൻ നല്ലപോലെ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. നല്ല മെയ്വഴക്കം, ഡാൻസിന്റെ കാര്യത്തിനായാലും നല്ല അടിപൊളി, പക്ക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫാസിലുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ കുറവാണെങ്കിലും പക്ഷെ നല്ല രസമായിരുന്നു. ഫാസിലിന്റെ പെർഫോമൻസ് നമുക്ക് ഒരേ സമയം എന്താണ് ഒരു സൈക്കോ ക്യാരക്ടറായിട്ടും തോന്നും, പക്ഷെ അതേസമയം കോമഡിയും ഒക്കെ കലർന്ന ഒരു നല്ലൊരു ഫീൽ തന്നെയാണ്. ഇപ്പോ അല്ലു അർജുൻ ഫാസിൽ ആ ഒരു കോംബോ, അല്ലെങ്കിൽ എന്താണ് അതൊരു റിവെഞ്ച് പോലെ ആണെങ്കിൽ ആരാണ് ഇതിൽ മുന്നിട്ട് നിന്നെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് അല്ലു അർജുൻ എന്ന് തന്നെ പറയാം. കാരണം ഫാസിലിന്റെ പെർഫോമൻസ് ഒരിക്കലും ഇതിനകത്ത് അല്ലു അർജുന്റെ മേലേക്ക് വന്നിട്ടില്ല. അത് വന്നിട്ടില്ലാത്തത് വേറൊന്നുമല്ല, സിനിമയുടെ തിരക്കഥ അങ്ങനെയാണ്. കാരണം അല്ലു അർജുൻ എന്ന് പറയുന്ന പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അത്രത്തോളം നമുക്ക് ആ ഒരു ഫാസിലിന്റെ ക്യാരക്ടർ എത്തുന്നില്ല. അതൊരു കാര്യം ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓവറോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ള, ഞാൻ ഓഫ് കോഴ്സ് അല്ലു അർജുൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, പണ്ടുതൊട്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ലു അർജുന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഫാസിലും രശ്മിക മന്ദനയുടെ പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് ആ റോൾ ഉണ്ട്. രശ്മിക ആയാലും ഫാസിലായാലും അല്ലു അർജുൻ ആയാലും ഒക്കെ ത്രൂ ഔട്ട് റോൾ ഉണ്ട്. ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഫാമിലി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ നൈസാണ്. അല്ലു അർജുൻ ഓഫ് കോഴ്സ് ഞെട്ടിച്ചോന്ന് ചോദിച്ചാൽ പുഷ്പ 1 അങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് പെർഫോമൻസ് വൈസ് വേറെ പെർഫോമൻസിൽ കുറവൊന്നും വന്നിട്ടില്ല. അതെനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫാസിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഫാസിലിനെ സ്ക്രീനിൽ കാണാൻ പറ്റി. പുഷ്പ 1 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാസിൽ പുഷ്പ 2 നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫാസിൽ ആ ഒരു കാര്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റോളൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, ഈ സിനിമയ്ക്കകത്തുള്ള ഓരോ ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരായാൽ പോലും അവരുടെ ഫസ്റ്റ് പുഷ്പ 1 എങ്ങനെയായിരുന്നു അവരുടെ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് തിരിച്ച് സെക്കൻഡ് ഹാഫിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ തിരക്കഥ അല്ലെങ്കിൽ ഡയറക്ടറിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അവരുടെ ലുക്കിലും അവരുടെ പെർഫോമൻസിലും അവരുടെ ഓരോ ജസ്റ്റേഴ്സിലും പോലും ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നല്ല ഈ പറഞ്ഞ ചന്ദന കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സീനുകളും കാര്യങ്ങളും ചേസിങ്, അങ്ങനെ കുറെ അടിപൊളി സീക്വൻസ്, നല്ല സീൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരിക്കലും ലാഗ് വരില്ല. പടം 3 മണിക്കൂർ 20 മിനിറ്റ് ആണെങ്കിൽ തന്നെ അതിനകത്ത് ലാഗ് അല്ലെങ്കിൽ ഒരു വേണ്ടായിരുന്നു തോന്നുന്ന കുറച്ച് സീൻസ് ഈ ഒരു രശ്മിക മന്ദന അല്ലു അർജുൻ ആ ഒരു കുറച്ച് ചെറിയൊരു വെറുപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ അല്ലാതെ ഓവറോൾ നോക്കുമ്പോൾ പടം എന്റർടൈനിങ് ആണ്,
പടം നല്ലൊരു ഹിറ്റ് തന്നെയാണെന്ന് പറയാം. പിന്നെ സോങ്സിന്റെ ഡബിങ് വളരെ പൂറാണെന്ന് ഞാൻ പറയുള്ളൂ. അതിനകത്ത് ഡിസപ്പോയിന്റഡ് ആണ് സോങ്സിന്റെ ലിറിക്സിന്റെ കാര്യത്തിൽ, ഡബിങ്ങിന്റെ കാര്യത്തിൽ. വൺ ടൈം വാച്ച് അല്ല, റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്, അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം എനിക്ക് കാണാൻ പറ്റി. ഇനി ഇത് പടത്തിന്റെ റിവ്യൂ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഇനി വെട്ടിക്കുറയ്ക്കുമല്ലോ എന്നുള്ള കാര്യം എനിക്ക് അറിയണം. പക്ഷേ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. നമുക്ക് തുടക്കത്തിലൊരു ലാഗും ഇല്ല. തുടക്കം മുതൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്രയും ലെങ്ത് ഉള്ളത് കൊണ്ട് അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത തേർഡ് പാർട്ടിലേക്കുള്ള ലീഡ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ തേർഡ് പാർട്ടിൽ ഈ പറയുന്ന പോലെ ക്ലൈമാക്സിൽ എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിലേക്ക് കുറെ ആൾക്കാരെയും കൂടെ നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വില്ലന്മാരും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് അല്ലു അർജുന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഫാസിന്റെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ സിനിമ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ആവറേജ് നോക്കുമ്പോൾ, മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട്. പടത്തിൽ ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസ് നല്ലപോലെ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ പറയുന്നുണ്ട്. ബന്ധങ്ങളുടെ വാല്യൂ, കാര്യങ്ങള് ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിലുള്ള അതേ ആ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഇതിലും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസിലെ കത്തിയുണ്ടെന്ന് വെച്ചാൽ തെലുങ്ക് പടമാണ്. അപ്പോൾ നോർമലി ഉള്ള പോലെ തന്നെ ഒരാള് ഒരടിക്ക് 10-20 പേരെ ഇടിച്ചിടും. അതിനെ കൂടുതൽ തെലുങ്ക് പടത്തിന്റെ ഡബിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ പരിമിതികളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ട തിയേറ്ററിൽ കുറച്ച് സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കിട്ടിയ പ്രിന്റ്. അപ്പോൾ അതിന്റെ കുറച്ച് ലാഗ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരു 3/4 ഭാഗത്തോളം എത്തിയപ്പോഴത്തേക്ക് പിന്നെ ലാഗായിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്ക് കൂടുതൽ വേണ്ടി വന്നു. ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇടയ്ക്കൊന്ന് പോസായിട്ട് നിൽക്കും, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തിയേറ്ററിന്റെ പ്രിന്റിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, അതൊന്നും സിനിമയെ ബാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളും എത്രയും പെട്ടെന്ന് സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഹാവ് എ നൈസ് ഡേ.